വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. യേശുവിൻ്റെ അടുത്തേക്ക് പോകണ്ട കേട്ടോ, കുഞ്ഞുങ്ങളെ നോക്കണം, നിന്നെ നോക്കണം, നടക്കേണ്ട ഇത്. ദേവി അവൻ പോകുന്ന സമയം പിന്നിൽ നിന്നും ഇത്തിരി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചുറ്റുമുള്ളവർ കേട്ടാലും കേടില്ലെന്ന് കരുതി. പക്ഷെ കണ്ണൻ അത് കേട്ടതായി പോലും ഭാവിക്കാതെ യേശുവിൻ്റെ റൂമിൻ്റെ ഡോറിൽ പോയി തട്ടി. രുദ്രനാണ് ഡോർ തുറന്നത്. ചേച്ചിയോട് ഒന്ന് അയൺ ചെയ്യാൻ പറ, ഞാൻ കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ്റെ കയ്യിൽ ഡ്രസ്സ് കൊടുത്ത ശേഷം കണ്ണൻ പോയി. രുദ്രൻ കയ്യിൽ പിടിച്ച ഡ്രസ്സിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈശോ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയി. രുദ്രൻ യേശുവിനെയും കണ്ണൻ പോയ വഴിയൊന്ന് നോക്കി. ശേഷം അവൻ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെയും ഡ്രസ്സ് തീം ഗോൾഡ് നിറമാണ്. രുദ്രനും വിഷുവും മോഹനും ദേവിയും കണ്ണനും റോണിയും കുഞ്ഞുങ്ങളടക്കം ആ നിറത്തിലുള്ള ഡ്രസ്സാണ്. കൃതികയുടെ ഡ്രസ്സിൻ്റെ നിറവും അങ്ങനെയാണ്. അവൾക്ക് വേണ്ടി എല്ലാം വാങ്ങിയത് ഇവർ തന്നെയാണ്. മാറ്റി റെഡിയായ ശേഷം ഹൃതികയും അവളുടെ ചില പ്രിയപ്പെട്ടവരും മാൻഷനിലേക്ക് വരും. മാൻഷനിൽ വെച്ച് തന്നെയാണ് പരിപാടി. നിച്ചു വരില്ല, ജോണും ആനയും ഇവിടെയില്ല. അവർ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുവാണ്. മൂത്ത മരുമകളുടെ വീട്ടുകാരാണ്. പക്ഷേ വിളിച്ച് വിവരം പോലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാതെ പെട്ടുപോയത് റോണിയാണ്. കാരണം അവൻ്റെ പ്രിയപ്പെട്ടവൾ ഇപ്പോഴും ആനയുടെയും ജോണിൻ്റെയും മകളാണ്. ആ കാര്യത്തിൽ അവനൊരു പേടിയുണ്ട്. മറ്റുള്ളവർ അതൊന്നും ഓർക്കുന്നു പോലും ഇല്ലെന്ന് അവന് തോന്നി. വൈകാതെ അതിനെക്കുറിച്ച് രുദ്രനോട് സംസാരിക്കണമെന്നും അവൻ ഉറപ്പിച്ചു. റോണ സ്റ്റേജിലിരിക്കുമ്പോഴാണ് നിരവധി ആളുകൾക്കിടയിലൂടെ പതിയെ നടന്നു വരുന്ന ഹൃതികയിൽ അവൻ്റെ കണ്ണുകളുടക്കി. റോണി ഇട്ടിരിക്കുന്ന ഗോൾഡൻ നിറത്തിലുള്ള ഡ്രസ്സിൻ്റെ അതേ നിറമുള്ള ലഹങ്കയാണ് അവളുടെ വേഷം. അപ്പുറവും ഇപ്പുറവും ആ നിറത്തിലുള്ള സാരിയിട്ട് ഇശുവും ദേവിയുണ്ട്. ഗോൾഡൻ നിറത്തിലുള്ള ഹെവി വർക്ക് വരുന്ന ലഹങ്ക, അതിനോട് ചേർന്ന് നിൽക്കുന്ന മേക്കപ്പ്, ആഭരണങ്ങൾ, നല്ല ഭംഗിയുണ്ടായിരുന്ന ഹൃതികയെ കാണാൻ. സ്റ്റേജിലേക്ക് അവൾ കയറിയത് റോണ ഇരിക്കുന്നിടത്തുനിന്നും എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് നടന്നു. സ്റ്റെപ്പ് കയറാൻ കാലുവെച്ച സമയം തന്നെ റോണ അവൾക്ക് നേരെ കൈ നീട്ടി. അവൻ്റെ ആ പ്രവൃത്തിയിൽ മനോഹരമായൊരു ചിരി അവന് നൽകിക്കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. റോണവും ഹൃതിക എന്ന് പേരെഴുതിയ റിങ് പരസ്പരം ഇടുമ്പോൾ രണ്ടുപേരും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഒന്നായിരുന്നു. പരസ്പരം എന്നും തുണയുണ്ടാവണം, എനിക്ക് പറ്റിയ, എനിക്ക് യോജിച്ച, എന്നോട് ചേർന്ന് നിൽക്കുന്ന പങ്കാളിയാവണം എന്നതായിരുന്നു രണ്ടുപേരുടെയും പ്രാർത്ഥന. ആ ചടങ്ങ് കഴിഞ്ഞതും എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോ എടുത്തു. ആ സമയമാണ് അത്രയും ആളുകൾ ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് പോലും. കാരണം ഫോട്ടോഷൂട്ട് കഴിയണ്ടേ. എല്ലാം കഴിഞ്ഞതും ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. ഹൃതികയും റോണിയും സ്റ്റേജിൽ നിന്നിറങ്ങി ചെയറിലിരുന്നു. അവിടെ ഫാമിലി മാത്രം. ഹൃതിക കുഞ്ഞിച്ചേക്കൻ്റെ മടിയിലിരുത്തി ഓരോന്നും സംസാരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് മോഹൻ്റെ മടിയിലിരുന്ന് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ആരുടെ അടുത്തേക്കും പോകില്ല. അവൾ മാൻഷനിലുള്ളവരുടെ അടുത്ത് മാത്രമേ പോകൂ. വേറെ ആരുടെ ഒപ്പവും അവൾ അടുക്കില്ല. എന്നാൽ കുഞ്ഞിച്ചക്കൻ അങ്ങനെയല്ല. അവൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവരുടെ അടുത്തേക്കൊക്കെ അവൻ പോകും. ഓരോ ഒച്ചയും ബഹളവും ഇല്ലാതെ ചിരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, സമയമായില്ലേ? കൃതികയുടെ കൂടെയുള്ളവർ വന്ന് പറഞ്ഞതും അവൾ കുഞ്ഞിനെ അവളുടെ അടുത്തിരിക്കുന്ന റോണിയുടെ മടിയിലിരുത്തിയ ശേഷം എഴുന്നേറ്റു. കൃതിക എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. മോഹൻ്റെ കവളിൽ മാത്രം ഒരു ഉമ്മയും കൊടുത്തു. ആ കാഴ്ച എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചിരി വിടർത്തി. റോണിയോട് കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. എല്ലാവരും അവർ പോകുന്നത് നോക്കി നിന്ന ശേഷം അകത്തേക്ക് കയറി. അങ്ങനെ അതും കഴിഞ്ഞു. കണ്ണൻ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. അന്നത്തെ ദിവസം വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഒരു റൂമിൽ കിടക്കാമെന്ന് വെച്ചു. യേശുവും രുദ്രനും കുഞ്ഞുങ്ങളും അവരുടെ റൂമിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് എഴുന്നേൽക്കുന്നതല്ലേ, അതുകൊണ്ട് എങ്കിലും അവരുറങ്ങുന്നവരെ ഒപ്പം കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫ്രഷ് ആവാൻ കയറി. മിണ്ടാതെ കിടക്ക് കുഞ്ഞിപ്പെണ്ണെ. കണ്ണനും റോണിക്കുമിടയിൽ എന്തോ ശബ്ദമുണ്ടാക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ വായലിൽ മുഖമിട്ട് ഉരച്ചുകൊണ്ട് റോണി പറയുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിരി ആ വലിയ റൂമിൽ മുഴങ്ങി കേട്ടു. റോണി, കുഞ്ഞിൻ്റെ വയലിൽ മുഖം വെച്ച് ഇക്കിളിയാക്കാൻ പാടില്ല. ദേവി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോണിയെ നോക്കി പറയുമ്പോൾ അവൻ കുഞ്ഞിൻ്റെ വയലിൽ നിന്ന് മുഖം ഉയർത്തി. അത് കണ്ട് കണ്ണൻ പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിൽ എന്നും അവനാണ് ഇതൊക്കെ കേൾക്കുന്നത്. കുഞ്ഞിനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴേക്ക് തുടങ്ങി ഈ അമ്മ. കണ്ണൻ്റെ ചിരി കണ്ട് റോണി പെറുപെടുത്തു. അല്ലെങ്കിൽ ഈ അമ്മക്ക് ഈയിടെയായിട്ട് ഒരു തള്ള വൈബാണ് അല്ലേ അച്ഛാ? സെറ്റിയിൽ നിന്ന് എന്തോ ലാപ്പിൽ നോക്കിയിരിക്കുന്ന മോഹനെ നോക്കി കണ്ണൻ പറയുമ്പോൾ മോഹനൊന്ന് തലകുലുക്കി. ഈടിയായിട്ട് അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ എന്തെങ്കിലും പറഞ്ഞാലോ ദേവി അതിന് വല്ലതും പറഞ്ഞു തുടങ്ങും. പേടികൊണ്ടാണ്. കുഞ്ഞുങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്നൊക്കെയുള്ള ഭയം. പേരക്കുട്ടികളൊക്കെ ആയ അങ്ങനെയൊക്കെ ആവും. നീ പോയി കുളിച്ചേ. അങ്ങനെ വന്ന് കിടക്കാവൻ. പോയി കുളിക്ക് ചെല്ലാൻ. ദേവി കണ്ണൻ്റെ പുറത്ത് അമർത്തിയൊരു അടി കൊടുത്തതും കണ്ണൻ പെടുന്ന എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. റോണ ആരോടും മിണ്ടാതെ ചുമനോട് ചേർന്ന് കിടപ്പുണ്ട്. അവൻ പലതും ആലോചിച്ച് കിടക്കുകയാണ്. രുദ്രൻ അവൻ്റെ അടുത്ത് കിടന്നു. അവനോട് ചേർന്ന് യേശുവും കിടന്നു.
കുഞ്ഞുങ്ങൾ കരയുന്നത് വരെയുള്ളൂ ആ കിടത്തും. അവർ കരഞ്ഞാൽ അവരവരുടെ റൂമിലേക്ക് തന്നെ പോകും. കണ്ണൻ കുളി കഴിഞ്ഞ് വന്ന ശേഷം കുഞ്ഞിച്ചക്കൻ്റെയും കുഞ്ഞിപ്പെട്ടിൻ്റെയും നടുക്ക് കിടന്നു. റോണി കുഞ്ഞിപ്പെട്ടിൻ്റെ അപ്പുറത്തും കിടന്നു. പിന്നെ ദേവിയും മോഹനും. ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. ഓഫാക്കിയ കുഞ്ഞിപ്പെണ്ണ് കരയും. തുടങ്ങി. കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് കണ്ണൻ കിടന്നതേ ഉള്ളൂ. അപ്പം തന്നെ കാറിൽ തുടങ്ങി. രാവിലെ മുതൽ കണ്ട അവളുടെ പപ്പയുടെ മുഖമോ ശബ്ദമോ കാണാനില്ല. അപ്പുറവും ഇപ്പുറവും രണ്ടെണ്ണം വേറെ കിടക്കുവാണ്. ഈ ശിവനെയും കാണുന്നില്ല. ഇത്രയും ദിവസം ദേവിയും വിഷുവുമായിരുന്നല്ലോ അവർക്കൊപ്പം കിടന്നിരുന്നത്. ഇന്ന് രണ്ടാളും ഇല്ല. അതിൻ്റെ കാറിലാണ്. കണ്ണനൊന്ന് കണ്ണുരുട്ടിയതും ആ കാറിൽ അലറലായി. നിന്നെ കൊണ്ട് ചെവി കേൾക്കാതെ അയലോടി കുഞ്ഞി. കണ്ണൻ അവളുടെ കരയുമ്പോൾ ചൂന്ന് തുറന്ന് ഉണ്ടക്കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം അവനൊന്ന് കെട്ടിപ്പിടിച്ചു. കരച്ചിൽ നിന്നു. അവൾക്ക് ഇറുകപ്പെടുന്നത് ഇഷ്ടമല്ല. കയ്യും കാലും ഒക്കെ ഇട്ട് അടിക്കും. കണ്ണൻ കെട്ടിപ്പിടിച്ചതും കുഞ്ഞി കരച്ചിൽ നിർത്തി കയ്യും കാലിട്ട് അടിക്കാൻ തുടങ്ങി. ഒന്ന് എണീറ്റ് പോയേ നീ. മുട്ടേന്ന് വിരിഞ്ഞില്ല. അവളുടെ ഒരു ജാട. നിന്റെ പപ്പ രുദ്രനാഥനല്ലോ ഇത്ര ജാട. വീണ്ടും കാറാൻ തുടങ്ങിയവള് ബെഡിൽ നിന്ന് കണ്ണൻ പൊക്കിയെടുത്തു. ശേഷം രുദ്രന്റെ നെഞ്ചിൽ കിടക്കുന്ന യേശുവിനെ വലിച്ചു മാറ്റി അതിനിടയിൽ കിടത്തി. ഇത്രയും കാലം പൊട്ടിക്കിടന്നില്ലേ, ഇനി അകന്ന് കിടക്ക്. അല്ല പിന്നെ. അവൻ രുദ്രനെ നോക്കാനേ പോയില്ല. യേശുവിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻ വീണ്ടും അവിടെ തന്നെ വന്ന് കിടന്നു. രുദ്രനൊന്നും ശ്രദ്ധിക്കാതെ മലന്ന് കിടക്കുമായിരുന്നു. അവൻ്റെ ഒരു കൈ അവൻ്റെ അപ്പുറത്ത് കിടക്കുന്ന റോണിയുടെ മുടികളെ തഴുകുന്നുണ്ട്. എനിക്ക് പറയാൻ അറിയില്ലല്ലോ ചെയ്യേച്ചാ. കരയാനല്ലേ അറിയുള്ളൂ അല്ലേടി പെണ്ണെ. ഈശു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉണ്ടക്കവളിൽ ചുംബിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. ശരിയല്ലേ, പറയാൻ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അവരത് കരഞ്ഞുകൊണ്ട് അറിയിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. റോണയുടെ അനക്കമൊന്നും ഇല്ലെന്ന് കാണുന്ന ദേവി ഒന്ന് വിളിച്ചു നോക്കി. രണ്ടുപേരും രണ്ടറ്റത്താണ് കിടക്കുന്നത്. ഒപ്പം കമഴ്ന്ന് കിടന്നിടത്തു നിന്ന് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് രുദ്രനെ പുണർന്നു. നിനക്ക് ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതൊരു പാവല്ലേ റോണ. മോഹനത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായിരുന്നു. റോണ ഒന്നും മിണ്ടിയില്ല. ആരും ഒന്നും മിണ്ടിയില്ല. രണ്ട് കുട്ടികളുടെയും ചില ശബ്ദങ്ങൾ മാത്രം കുറച്ചു നേരം ആ റൂമിൽ ഉയർന്നു കേട്ടു. റോണ. അവനൊന്നും പറയുന്നില്ലെന്ന് കാണുന്ന മോഹൻ ഒന്നുകൂടെ വിളിച്ചു. ഇന്ന് രാവിലെ തൊട്ട് അവൻ ഇങ്ങനെ തന്നെയാണ്. ഒന്നിനും ഒരു ഉഷാറില്ലാത്ത പോലെ. ആ ഒരു മൂഡ് ഓഫ് ആയിട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചാ. പെട്ടെന്ന് എന്തോ എനിക്ക് പറ്റാത്ത പോലെ. റോണ രുദ്രൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. രുദ്രൻ ഒരു കൈ കൊണ്ട് അവൻ അമർത്തി അടക്കി പിടിച്ചു. ഈശ് രണ്ടുപേരെയും നോക്കി വേദനയോടെ കിടന്നു. എന്താണിപ്പോൾ ഇങ്ങനെ? ഏട്ടൻ്റെ മനസ്സിലിപ്പോഴും അനുവാണോ? ഈശുവാണത് ചോദിച്ചത്. പെണ്ണ് കണ്ട് 3 മാസങ്ങൾക്ക് ശേഷം നിശ്ചയം നടത്തിയിട്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ അല്ല, അവളെ ഞാൻ ഓർക്കുന്നു പോലുമില്ല. അതുപോലെ തന്നെ ഹൃദയം എനിക്ക് ആ സ്ഥാനത്ത് കാണാനും പറ്റണില്ല. ഒരിക്കലും പറ്റില്ലേ? രുദ്രനാണത് ചോദിച്ചത്. റോണ മുഖം വൈദ്യ രുദ്രൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പറ്റുമോ? പറ്റും. ആ ചിരിയും പക്വതയോടുള്ള സംസാരമൊക്കെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു പറ്റുമായിരിക്കും. ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല. ഇഷ്ടമാണ്. റോൺ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആ വാക്കുകൾ അവിടെ നിർത്തി. ഇതിപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. വേണ്ട, നീ പറയണ്ട. വല്ല കച്ചറ വർത്താനാവും. നീ പറയണ്ട. ഞാൻ പറയും. എന്നാ പറ. കണ്ണൻ എഴുന്നേറ്റിരുന്നു. റോണ മാത്രമല്ല, എല്ലാവരും അവനെ നോക്കി. ബെഡിൽ നിന്നിട്ടൊക്കെ പറയാൻ മാത്രം എന്ത് കാര്യം? ഇന്നീ പോട്ടനെ ആ ചേച്ചിയുടെ മുന്നിൽ വലിയ ആറ്റിട്ടൊക്കെ ഇട്ടെന്ന് കരുതി പ്ലാൻ ആക്കിയതാവുമല്ലേ. പക്ഷെ നടന്നില്ല. ആ ചേച്ചി ഇങ്ങോട്ട് വൻ ആറ്റിറ്റ്യൂഡ് ഇട്ടു. അതായി വിഷമം അല്ലേടാ. കണ്ണൻ റോണയെ നോക്കി നിർത്തുമ്പോൾ റോണ പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. ഒന്നും മിണ്ടാൻ പോയില്ല. ഒരാൾ കുടുംബത്തെ ഒഴിവാക്കി ഇവനെ മാത്രം കിട്ടാൻ നോക്കിയതായിരുന്നു. ഇപ്പോഴത്തെ ആൾക്ക് ഇവനെ വേണ്ട, കുടുംബം മാത്രം മതി. കിടക്കട അവിടെ. രുദ്രന്റെ ആ അലർച്ചയിൽ കണ്ണൻ ബെഡിൽ തന്നെ കിടന്നു. ഒപ്പം അവന്റെ പൊട്ടിച്ചിരിയും നിലച്ചു. റോണ, ഇത് വേണ്ടെന്ന് വെക്കണോ? എന്തോ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി അവനോട് ചോദിച്ചു. അന്നേരം റോണയുടെ ഉള്ളിൽ തെളിഞ്ഞത് ആ നിഷ്കളങ്കമായ ചിരിയാണ്. റിങ് കയ്യിലിട്ട് കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറച്ച് നോക്കിയ നോട്ടമാണ്. എല്ലാവരോടും ചിരിയോടെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവളാണ്. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് സമയം വേണം, അത്രേ ഉള്ളൂ. അതിന് നീ ആ ചേച്ചിക്ക് വിളിക്കണം, സംസാരിക്കണം, കറങ്ങാൻ പോകണം. അല്ലാതെ പോട്ടനെ പോലെ നിന്നാ ലോകാവസാനിക്കുന്നത് വരെ നിന്റെ സമയം തെളിയില്ല. ഈ ദിനം നീ മിണ്ടാതെ കിടന്നേ കണ്ണാ, ഞാൻ എന്നിട്ട് പോകും. റോണ പറഞ്ഞത് കണ്ണൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കണ്ണൻ പറഞ്ഞതിൽ കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും ആരും ഒന്നും മിണ്ടിയില്ല. റോണയുടെ ആ മറുപടിയിൽ തന്നെ എല്ലാവരുടെയും മുഖവും ഒന്നുതിച്ചു. വലിയൊരു ആശങ്ക ഒഴിഞ്ഞ പോലെ. ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല. എല്ലാം നല്ലതിനാവട്ടെ, നല്ലതിനാണ്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പിന്നെ ആ സംസാരം അവിടെ നിന്നു.
വീണ്ടും എല്ലാവരും ഉറങ്ങാതെ കാലും കൈയിട്ടടിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞിച്ചെക്കൻ്റെയും കളിയിലേക്ക് തിരിഞ്ഞു. ആ റൂമിൻ്റെ ചുമരിൽ തൂക്കിയിട്ട ഫ്രെയിമിലേക്ക് ദേവിയുടെ കണ്ണുകൾ പോയി. സെറ്റിയിലിരിക്കുന്ന ദേവിയും മോഹനും അവരുടെ കയ്യിൽ 2 പേരക്കുട്ടികളും. അവർക്ക് അപ്പുറവും ഇപ്പുറവും റോണിയും സെറ്റിയുടെ പിന്നിൽ നിശുവിനെ നടുവിൽ നിർത്തി അവളുടെ ഷോൾഡറിൽ പിടിച്ച് ചേർത്തുകൊണ്ട് രുദ്രനും കണ്ണനും. എടുത്തപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ് കണ്ണൻ. ദേവി നിറഞ്ഞ ചിരിയോടെ ആ ചിത്രത്തിലേക്ക് നോക്കി. ആ ഫ്രെയിം ഇനിയും വലുതാവും, അതിൽ ഇനിയും ആളുകൾ വരാനുണ്ട്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗതുല്യമായ ആ വീട് ഇനിയും വളരട്ടെ. ഇത്രയും നല്ലതായിട്ടൊരു സ്റ്റോറി തന്ന ജാസ്മിൻ എന്ന എഴുത്തുകാരിക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ 110 പാർട്ടും എൻ്റെ കൂടെ നിന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് 1000 നന്ദി അറിയിക്കുന്നു. വീണ്ടും കൂടെ ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം സാലിം കരുളായി.